H-1B വിസ ഫീസ് $1,00,000 ഉയർത്താനും ഇന്നു മുതൽ പ്രാബല്യത്തിലാക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് പിന്നാലെ യുഎസിലെ വിമാനത്താവളങ്ങൾ സാക്ഷ്യം വഹിച്ചത് ഇന്ത്യക്കാരായ യാത്രക്കാരുടെ ആശങ്കകൾക്കും അങ്കലാപ്പുകൾക്കും. ദുർഗാപൂജ കണക്കാക്കിയും മറ്റു നാട്ടിലേക്ക് പോകാൻ വിമാനത്താവളങ്ങളിലെത്തിയ പല ഇന്ത്യക്കാരും യാത്ര റദ്ദാക്കിയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശരിക്കും ഈ വേളയിൽ മൈ ഡിയർ ഫ്രണ്ട് എന്ന് ട്രംപിനെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓർമ്മയിൽ വരിക സ്വാഭാവികം. ഇന്ത്യക്കാരായ യാത്രക്കാർ തിരിച്ചിറങ്ങണമെന്ന് നിർബന്ധം പിടിച്ചതിന് പിന്നാലെ സാൻ ഫ്രാൻസിസ്കോ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാനൊരുങ്ങിയ എമിറേറ്റ്സിന്റെ വിമാനം മണിക്കൂറുകളോളമാണ് താമസിച്ചത്. US വിമാനത്താവളങ്ങളിൽ മാത്രമല്ല മറ്റു ചില ട്രാൻസിറ്റ് വിമാനത്താവളങ്ങളിലും ഇന്ത്യക്കാരായ യാത്രക്കാർ യാത്ര ഇടക്ക് വെച്ച് അവസാനിപ്പിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ദുർഗാപൂജ പ്രമാണിച്ച് നിരവധി ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് വരാനിരുന്നത്. US വിട്ടു പോകരുതെന്നും രാജ്യത്തിന് പുറത്തുള്ളവർ 24 മണിക്കൂറിനകം മടങ്ങിയെത്തണമെന്നും H-1B വിസക്കാരായ ജീവനക്കാർക്ക് മെറ്റയും മൈക്രോസോഫ്റ്റും ഉൾപ്പെടെയുള്ള ടെക് കമ്പനികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിസ ഫീസ് വർധനയുടെ വാർത്തയ്ക്കു പിന്നാലെ ഇന്ത്യയിൽ നിന്ന് US-ലേക്കുള്ള നേരിട്ടുള്ള വിമാനത്തിന്റെ നിരക്കും കുതിച്ചുയർന്നു. ഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 37,000 രൂപയിൽ നിന്ന് 70,000 മുതൽ 80,000 വരെയായി. H-1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ്. പുതിയ നടപടി ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലന്വേഷകർക്ക് കനത്ത ആഘാതമാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ ആകെ അനുവദിച്ച 3,99,395 H-1B വിസയിൽ 71% ഇന്ത്യക്കാരായിരുന്നു. അതായത് 2,83,397 വിസകൾ. 2023 1,91,000 വിസകളാണ് ഇന്ത്യക്കാർക്ക് അനുവദിച്ചത്. IT ഉൾപ്പെടെ വിദഗ്ധ തൊഴിൽ മേഖലകളിൽ ഇന്ത്യക്കാരടക്കം വിദേശികളെ US കമ്പനികൾ നിയമിക്കുന്നത് H-1B വിസയിലാണ്. പ്രതിവർഷം നറുക്കെടുപ്പിലൂടെ 85,000 H-1B വിസയാണ് US അനുവദിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നാണ്. രണ്ടാം സ്ഥാനത്തുള്ള ചൈനയ്ക്ക് 11.7% H-1B വിസയാണുള്ളത്. മുൻപ് H-1B വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ വിവിധ ഇനങ്ങളിലായി $1,700 മുതൽ $8,000 വരെയായിരുന്നു നൽകേണ്ടിയിരുന്നത്. പരമാവധി $8,000 വരെ ഉണ്ടായിരുന്ന ഫീസാണ് പുതിയ ഉത്തരവിൽ $1,00,000 മുകളിലെത്തിയത്. നിലവിൽ H-1B വിസയുള്ള ഒരാൾക്ക് US-ൽ ലഭിക്കുന്ന ശരാശരി വാർഷിക ശമ്പളം $66,000 ആണ്. ഏകദേശം 58 ലക്ഷം രൂപ. 5% പേർക്ക് മാത്രമാണ് $1.5 ലക്ഷം മുകളിൽ ശമ്പളം ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ശമ്പളത്തെക്കാളേറെ വിസ ഫീസ് നൽകി വിദേശീയരെ ജോലിക്ക് കൊണ്ടുവരാൻ കമ്പനികൾ മടിക്കും. ഇന്ത്യയിലെ തൊഴിലന്വേഷകർക്ക് ഇരുട്ടടിയാണിത്. H-1B വിസ ഫീസ് വർധന പുതിയ അപേക്ഷകർക്ക് മാത്രമാണെന്നും നിലവിൽ വിസയുള്ളവർക്ക് ബാധകമാകില്ലെന്ന് വൈറ്റ് ഹൗസ്. $1,00,000 എന്നത് ഒറ്റത്തവണ ഫീസാണെന്നും വാർഷിക തലത്തിൽ അടക്കേണ്ട ഫീസാണെന്നത് തെറ്റിദ്ധാരണയാണെന്നും വൈറ്റ് ഹൗസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ്. എന്നാൽ ട്രംപാണ് പ്രസിഡന്റ്. തീരുമാനം അടിമുടി മാറ്റാൻ. ഇന്ത്യയിൽ IT മേഖലയിൽ തൊഴിലവസരങ്ങൾ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കനത്ത പ്രഹരമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. IT മേഖലയിലെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള അടിയാണ് പുതിയ തീരുമാനം. അമേരിക്കയിലെ തൊഴിൽ സ്വപ്നം കണ്ട് വൻതുക ലോണെടുത്ത് പഠിക്കുന്നവർക്ക് മുന്നിലുള്ള വാതിലാണ് ട്രംപ് കൊട്ടിയടച്ചിരിക്കുന്നത്. US-ൽ തൊഴിലെടുക്കാൻ അനുവദിക്കാത്തതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന IT കമ്പനികളെയും ബാധിക്കും. ഇത് ശരിക്കും ഇന്ത്യൻ ജനതക്കുമേൽ ട്രംപ് നടത്തിയ ബോംബ് വർഷം തന്നെയാണ്.